സോ ഞാൻ ഈ ഐഫോൺ 17 Pro Max കഴിഞ്ഞ ഏകദേശം 3 ആഴ്ചയായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഓവറോൾ എക്സ്പീരിയൻസ് നല്ലതായിരുന്നു. പക്ഷേ ഏറ്റവും വലിയ ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഈ പ്രോ ഫോൺ അല്ലെങ്കിൽ 17 Pro Max ആർക്ക് വേണ്ടിയാണ് ആക്ച്വലി? യെസ്, ഇത്തവണ പുതിയ ഡിസൈൻ വന്നിട്ടുണ്ട്, പുതിയ പ്രോ ചിപ്സെറ്റ് ഉണ്ട്, പുതിയ ക്യാമറ, പിന്നെ കുറേ പ്രോ ഫീച്ചേഴ്സ് ആപ്പിൾ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കുത്തി നിറച്ച് വെച്ചിട്ടുണ്ട്. എന്നാൽ അതേ സമയത്ത് 80,000 രൂപയ്ക്ക് ആക്ച്വലി ഓഫറൊക്കെ ചേർത്ത് അതിനേക്കാളും താഴെയുള്ള പ്രൈസിൽ കിട്ടുന്ന ഐഫോൺ 17 120 ഹെർട്സിന്റെ പ്രൊമോഷൻ ഡിസ്പ്ലേ, പുതിയ A19 ചിപ്സെറ്റ്, സ്റ്റാർട്ടിങ് 256 GB. സോ അത് വെച്ച് നോക്കുമ്പോൾ ഏകദേശം 1.5 അല്ലെങ്കിൽ 2 ഇരട്ടി വില വരുന്ന ഈ പ്രോ മാക്സ് വാങ്ങിക്കേണ്ട ആവശ്യമുണ്ടോ? സോ ഈ പ്രോ മാക്സ് ആർക്ക് വേണ്ടിയാണ്, ഏതൊക്കെ പ്രോ ഫീച്ചേഴ്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് എല്ലാം ഞാൻ ഷെയർ ചെയ്യാം. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോ. ആപ്പിൾ വർഷങ്ങളായിട്ട് ആ സെയിം ബോറിംഗ് ഡിസൈനിന് ശേഷം ഈ വർഷം ഡിസൈൻ ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ടല്ലേ. എന്നാൽ കൂടെ ഒരു കോൺട്രവേഴ്സിയും വന്നിട്ടുണ്ട്. അതായത് 2 വർഷത്തോളം നല്ല സ്ട്രോങ് ആണ്, നല്ല ഡ്യൂറബിൾ ആണ് പറഞ്ഞുകൊണ്ടാണ് ആപ്പിൾ അവരുടെ പ്രോ ഫോൺസിൽ ടൈറ്റാനിയം ഇട്ട് തന്നത്. എന്നാൽ അതേ ടൈറ്റാനിയം ഈ വർഷം എടുത്ത് മാറ്റിയിട്ട് അതിന് പകരം ലൈറ്റ് വെയ്റ്റും പിന്നെ ഈസിലി നമുക്ക് മോൾഡ് ചെയ്യാൻ പറ്റുന്ന അലൂമിനിയം യൂണി ബോഡി ഡിസൈൻ ആണ് വന്നിരിക്കുന്നത്. ഒരു കാര്യം എന്തായാലും ക്ലിയർലി പറയണം, ഫോൺ കയ്യിലെടുക്കുമ്പോൾ നല്ലൊരു ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഇവിടെ ആ ഒരു സ്ട്രിപ്പ് ഇല്ലല്ലോ, നോർമലി ഇങ്ങനെ ടൈറ്റാനിയം സ്ട്രിപ്പാണ് വരുന്നത്, അതല്ല കൊടുത്തിരിക്കുന്നത്. മൊത്തം സിംഗിൾ ബോഡി ആയതുകൊണ്ട് കയ്യിലെടുക്കുമ്പോൾ നല്ലൊരു ഒരു കേർവ് ഒക്കെ നല്ല സോഫ്റ്റ് നല്ല സ്മൂത്ത് ആയിട്ടാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പുതിയ ഡിസൈൻ ആണല്ലോ, സോ പുറത്ത് കൊണ്ടുപോകുമ്പോൾ ആളുകൾ ചോദിക്കും. അതായത് എൻ്റെ ബ്ലൂ തന്നെ കണ്ടിട്ട് കുറേ പേര് ചോദിച്ചിരുന്നു, ബ്രോ പുതിയ 17 Pro അല്ലേ? സോ നിങ്ങൾ ആ കോസ്മിക് ഓറഞ്ച് പുറത്ത് കൊണ്ടുപോയാൽ, അതായത് ഇങ്ങനെ വെറുതെ ഇങ്ങനെ എടുക്കും കാണിക്കാൻ വേണ്ടി, അതായത് പുതിയ പ്രോ ഫോൺ ആളുകൾ ചോദിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒരുപാട് പേര് എന്തായാലും ആ കോസ്മിക് ഓറഞ്ച് നിങ്ങൾ എടുത്ത് കാണിച്ചാൽ ആൾക്കാർ ചോദിക്കും തീർച്ചയായിട്ടും. എന്നാൽ ഒരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ട്വിറ്ററിൽ ചില യൂസേഴ്സ് ഷെയർ ചെയ്ത ഫോട്ടോസ് അനുസരിച്ച് അവരുടെ ഐഫോണിന്റെ ഈ ഒരു കോട്ടിംഗ് ഉണ്ടല്ലോ, ബ്ലൂ കോട്ടിങ്ങും ഓറഞ്ച് കോട്ടിങ്ങും, പ്രത്യേകിച്ചും ഈ ഒരു ക്യാമറ മോഡലിൽ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, അവിടെ നിന്ന് ഈസിലി സ്ക്രാച്ച് ചെയ്യുമ്പോൾ ഒരഞ്ഞു പോകുന്നുണ്ട്. അതായത് റിപ്പീറ്റഡ് ആയുള്ള സ്ക്രാച്ച് വരുമ്പോൾ ഇങ്ങനെ ഇളകി പോകുന്നുണ്ട്. എൻ്റെ കയ്യിലുള്ള ഈ 17 Pro Max ഞാൻ കവർ ഇടാതെയും 2 രീതിയിൽ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതുവരെ അങ്ങനെ മൈനർ സ്ക്രാച്ചോ മേജർ സ്ക്രാച്ചോ ഒന്നും ഇതുവരെ വന്നിട്ടില്ല. എന്നാൽ ഫ്രണ്ടിലുള്ള ഡിസ്പ്ലേ കുറച്ചും കൂടി സേഫ് ആണ്. കാരണം ഇത്തവണ പുതിയ സെറാമിക് ഷീൽഡ് 2 പ്രൊട്ടക്ഷനുമായാണ് ഈ ഡിസ്പ്ലേ വന്നിരിക്കുന്നത്. ജെറി റിഗ്സ് എവറിത്തിങ്ങിന്റെ വീഡിയോയിൽ പുള്ളി സ്ക്രാച്ച് ചെയ്ത് നോക്കിയിരുന്നു. അത്യാവശ്യം നല്ല ലെവലുള്ള സ്ക്രാച്ചിങ് ഇതിന് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഞാനും ഈ കഴിഞ്ഞ 3 ആഴ്ചയായിട്ട് സ്ക്രീൻ ഗാർഡും സ്ക്രീൻ പ്രൊട്ടക്ടറും ഒന്നും ഇടാതെയാണ് ഉപയോഗിച്ചത്. ഇതുവരെ മൈനർ മേജർ സ്ക്രാച്ച് ഒന്നും വന്നിട്ടില്ല. പക്ഷേ എൻ്റെ ജോലി ഫോണുകൾ ടെസ്റ്റ് ചെയ്യുക എന്നാണ്. അതുകൊണ്ട് ഞാൻ പല രീതിയിൽ ഇത് ഉപയോഗിക്കും. നിങ്ങളുടെ ജോലി അതല്ല. സോ നല്ല ക്വാളിറ്റിയുള്ള കേസും സ്ക്രീൻ പ്രൊട്ടക്ടറും ഒക്കെ ഇട്ട് ഉപയോഗിക്കുക. കഴിഞ്ഞ 1 വർഷമായിട്ട് കണ്ടിന്യൂസ്ലി ഐഫോൺ 16 Pro ഉപയോഗിച്ചതിന് ശേഷം ഈ പ്രോ മാക്സിലേക്ക് മാറിയപ്പോൾ ശരിക്കും എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് ഈ പ്രോ മാക്സ്, അതായത് പ്രോ മാക്സ് സൈസിലാണ് വരുന്നത്. യമണ്ടൻ ഫോണാണ്, അത്യാവശ്യം വെയിറ്റ് ഉള്ള ഫോണാണ്. ഓക്കെ, പക്ഷേ ഒരു കാര്യം എന്തായാലും സമ്മതിച്ചു കൊടുത്തേ പറ്റൂ, പ്രോ മാക്സിൽ ചില പോസിറ്റീവ്സ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ബാറ്ററി. പ്രോ വെച്ച് നിങ്ങൾക്ക് 1 ദിവസത്തെ ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ ആ സെയിം യൂസിൽ ഇവിടെ നിങ്ങൾക്ക് ഒരുപക്ഷെ 1.25 ദിവസം, ഈവൻ 1.5 ദിവസത്തെ ബാറ്ററി ബാക്കപ്പ് പ്രോ മാക്സിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇത്തവണ ചാർജിങ് വോട്ടേജും കൂട്ടി 40 വാട്ട് ആക്കിയിട്ടുണ്ട്. 25 വാട്ടിന് മാക്സേവ് വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു യമണ്ടൻ ഫോണിന്റെ മറ്റൊരു പ്രത്യേകതയാണ് യമണ്ടൻ ഡിസ്പ്ലേ ഉണ്ടാവും. ഓക്കെ, സോ 6.9 ഇഞ്ച് സൈസ് ഉള്ള ഒരു ബ്യൂട്ടിഫുൾ ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഡിസ്പ്ലേ ആണ് തന്നിരിക്കുന്നത്. 3000 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് ആണെങ്കിലും പെർഫെക്റ്റ് കളർ ആക്യുറസി ആണെങ്കിലും, പ്രത്യേകിച്ചും വീഡിയോ എഡിറ്റിംഗ് ഫോട്ടോ എഡിറ്റിംഗിന് വേണ്ടി പറ്റിയ ഡിസ്പ്ലേ ആണ്. പിന്നെ ഇത്തവണ ആപ്പിൾ പുതിയ ആന്റി റിഫ്ലക്റ്റീവ് കോട്ടിംഗ് കൊണ്ടുവന്നിട്ടുണ്ട്. S25 അൾട്രയുടെ ലെവലിലുള്ള ആന്റി റിഫ്ലക്റ്റീവ് സംഭവം ഒന്നുമില്ല. എന്നാലും കഴിഞ്ഞ വർഷത്തെ പ്രോ ഫോൺസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബെറ്റർ ആണ്. എന്നാൽ ഇപ്പോഴും ഈ കാണുന്ന വലിയ മുട്ടൻ പിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മുടെ ആ ഒരു വീഡിയോയിൽ കയറി വരും. പ്രത്യേകിച്ച് നമ്മൾ വീഡിയോ ഫുൾ സ്ക്രീനിലിട്ട് കാണുമ്പോൾ അവിടെ ഇങ്ങനെ ഇരിക്കും സാധനം. ആപ്പിളിൻ്റെ സ്പീക്കർ പെർഫോമൻസ് ഉണ്ടല്ലോ, ഈവൻ ഞാൻ വാങ്ങിച്ച മാക്ബുക്ക് പ്രോ ഉണ്ടല്ലോ, ഇത്രേശേ ഉള്ളൂ ലാപ്ടോപ്പ്, പക്ഷേ സ്പീക്കർ പെർഫോമൻസ് കേൾക്കണം. ആ സെയിം സംഭവമാണ്. കാരണം ഇവിടെ 2 ചെറിയ സ്പീക്കേഴ്സ് ആണ് വരുന്നത്, പക്ഷേ അതിൽ നിന്ന് വരുന്ന സൗണ്ട് ഉണ്ടല്ലോ, അമേസിങ് സ്പീക്കർ പെർഫോമൻസ് ആണ്. നല്ല ക്രിസ്പ് സൗണ്ട് ആണ്, വോക്കൽസ് ഒക്കെ നല്ല ക്ലിയർ ആണ്. തീർച്ചയായിട്ടും സ്പീക്കർ പെർഫോമൻസ് കേട്ടിട്ട് നിങ്ങളൊരു ഫോൺ വാങ്ങാൻ പോകുന്നില്ല, പക്ഷേ സ്റ്റിൽ വലിയൊരു പോസിറ്റീവ് പോയിന്റ് തന്നെയാണ്. ദ മോസ്റ്റ് പവർഫുൾ ഐഫോൺ ചിപ്സെറ്റ് എവർ ആയ A19 Pro ചിപ്സെറ്റ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. ഓക്കെ, ഗീക്ക് ബെഞ്ച് സ്കോർ എടുത്ത് നോക്കുകയാണെങ്കിൽ സിംഗിൾ കോർ ബെഞ്ച് മാർക്കിൽ ഈ ഒരു A19 Pro ലേറ്റസ്റ്റ് സ്നാപ്ഡ്രാഗൺ 8 Elite Gen 5നെ ബീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ മൾട്ടി കോർ സ്കോറിൽ സ്നാപ്ഡ്രാഗൺ ആണ് മുന്നിൽ. കാരണം അതിൽ 8 കോർസ് ഉണ്ട്, ഇവിടെ 6 കോർസ് ആണ് ഉള്ളത്. റിയൽ ലൈഫ് എക്സ്പീരിയൻസിന് എടുത്ത് പറയേണ്ട ആവശ്യമില്ല, എല്ലാം പറക്കുന്ന പോലെയാണ് തോന്നുന്നത്. ഓക്കെ, വളരെ നല്ലോണമാണ് എല്ലാം കാര്യങ്ങളും, എല്ലാം ടാസ്ക് ഹാൻഡിൽ ചെയ്യുന്നത്. വീഡിയോ എഡിറ്റിംഗ് ആണെങ്കിലും ഫോട്ടോ എഡിറ്റിംഗ് ആണെങ്കിലും ഗെയിമിംഗ് ആണെങ്കിലും, അതായത് BGMI 120 FPS, Genshin
മെഷീൻ 60 FPS, ഈവൻ AAA ടൈറ്റിൽസ് ലൈക്ക് റെസിഡന്റ് ഈവിൽ, അസാസിൻ ക്രീഡ്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ ഈസിലി ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. പക്ഷേ എല്ലാവരുടെയും മനസ്സിൽ വരുന്നൊരു ചോദ്യമാണ്, ഞാൻ എവിടെയാണ് ഈ പെർഫോമൻസ് കൊണ്ട് ഉപയോഗിക്കാൻ പോകുന്നത്? അതായത് എത്ര പേരാണ് ഗെയിമിംഗ് ചെയ്യുന്നത്? ഞാൻ പോലും ഇപ്പം അങ്ങനെ വലിയ രീതിയിലുള്ള ഗെയിമിംഗ്, അതായത് മൊബൈൽ ഗെയിമിംഗ് ഒന്നും ചെയ്യാറില്ല. എന്നാൽ ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ വർഷം വന്ന 16 Pro ഉണ്ടല്ലോ, നമ്മൾ ഈ ഔട്ട്ഡോർ കൊണ്ടുപോകുമ്പോൾ അല്ലെങ്കിൽ ഭയങ്കര ഹെവി ടാസ്ക് കൊടുക്കുമ്പോൾ അതിന് ചുറ്റുമുള്ള ഫ്രെയിം ഉണ്ടല്ലോ, ടൈറ്റാനിയം ഫ്രെയിം, അത്യാവശ്യം ചൂടാവുമായിരുന്നു. ഇത്തവണ വന്നിരിക്കുന്ന 17 Pro Max ഇതും ചൂടാവില്ല എന്നല്ല ഞാൻ പറയുന്നത്. ഏത് ഫോണാണെങ്കിലും ഭയങ്കര ടാസ്ക് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ പുറത്ത് കൊണ്ടുപോയിട്ട് വെയിലത്ത് വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ അതും ചൂടാവും. പക്ഷേ ഇവിടെയുള്ള വാംത്ത് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ലോണം സ്പ്രെഡ് ആവുന്നുണ്ട്. അതിനുള്ള മെയിൻ കാരണം ഇതിൽ കൊടുത്തിരിക്കുന്ന പുതിയ വേപ്പർ ചേംബർ കൂളിംഗ് പ്ലസ് ഇവിടെയുള്ള ഈ യൂണിബോഡി അലൂമിനിയം ഡിസൈൻ ആവാം കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ആ ഹീറ്റിനെ മാനേജ് ചെയ്യുന്നുണ്ട്. പിന്നെ പുറത്ത് കൊണ്ടുപോയിട്ട് വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ചിലപ്പോഴൊക്കെ പണ്ടൊക്കെ ബ്രൈറ്റ്നസ് പെട്ടെന്ന് കട്ട് ചെയ്യായിരുന്നു. ഇതിൽ അത്രയും പെട്ടെന്ന് കട്ട് ചെയ്യുന്നില്ല ബ്രൈറ്റ്നസ്. പിന്നെ ഇത്തവണ റാം കൂട്ടി 12 GB ആക്കിയിട്ടുണ്ട്. നമ്മുടെ ഒരു ഡേ ടു ഡേ യൂസിൽ അതിന്റെ എഫക്റ്റ് ഒന്നും അറിയാൻ പറ്റൂല. 8 GB ആണെങ്കിലും 12 GB ആണെങ്കിലും രണ്ടും സ്മൂത്ത് ആണ്. ആപ്പിൾ പറയുന്ന അനുസരിച്ച് അല്ലെങ്കിൽ ആപ്പിൾ ഉദ്ദേശിക്കുന്ന ഐ തിങ്ക് ഭാവിയിൽ ആപ്പിൾ ഇന്റലിജൻസ് വരുമ്പോൾ ഇതിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട്, കാരണം 12 GB മാത്രമല്ല ന്യൂറൽ ആക്സിലറേറ്റേഴ്സും ഇവിടെ ഇട്ട് തന്നിട്ടുണ്ട്. ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ ഈ വർഷത്തെ ഈവന്റിലും ആപ്പിൾ ഒന്നും മിണ്ടിയിട്ടില്ല. അവിടെ എന്തോ ചെറിയ കാര്യങ്ങൾ പറഞ്ഞതല്ലാതെ അങ്ങനെ വിശദമായിട്ടൊന്നും പുതിയ സീറി, പുതിയ ആപ്പിൾ ഇന്റലിജൻസ് അതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. പുതിയ iOS 26 എക്സ്പീരിയൻസ് ഓക്കെ ആയിരുന്നു. ഫസ്റ്റ് ഔട്ട് ഓഫ് ദ ബോക്സ് ഫോൺ എടുത്ത് സെറ്റപ്പ് ചെയ്തതിനു ശേഷം ഉപയോഗിച്ചപ്പോൾ അത്യാവശ്യം നല്ല ബഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് എനിക്ക് മനസ്സിലാവാത്തത്, ഇത്രയും ഡെവലപ്പർ ബീറ്റ വെർഷൻസും പബ്ലിക് ബീറ്റ വെർഷൻസും ഫീഡ്ബാക്കിന് ശേഷം സ്റ്റേബിൾ വെർഷൻസിൽ ഇത്രയും എങ്ങനെയാണ് ബഗ്സ് കാര്യങ്ങളൊക്കെ വരുന്നത്? കഴിഞ്ഞ വർഷം iOS 18 സെയിം സംഭവമായിരുന്നു. ആദ്യത്തെ ഒരു മാസമൊക്കെ ഭയങ്കര ബഗ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിനുശേഷം കുറേ അപ്ഡേറ്റ്സിന് ശേഷം അത് ലെവലായിരുന്നു. ഇത്തവണയും ഐ തിങ്ക് സെയിം ആയിരിക്കും. ഒരു അത്യാവശ്യം ഡീസൻറ്റ് സൈസ് അപ്ഡേറ്റ് വന്നായിരുന്നു. അതിനുശേഷം കുറേ സംഭവങ്ങൾ, അതായത് ഈ ഗ്ലിച്ചും സ്റ്റട്ടേഴ്സ്, അതായത് നമ്മൾ ഈ സ്വൈപ്പ് ചെയ്യുമ്പോൾ ഇടയ്ക്ക് ഒരു ഫ്രെയിം ഡ്രോപ്പ് അല്ലെങ്കിൽ ക്യാമറ UI ഫ്രീസ് ആവുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഫസ്റ്റൊക്കെ. അതിനുശേഷം അപ്ഡേറ്റിന് ശേഷം കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുണ്ട്. സോ ഞാൻ ഈ ഒരു ലോക്ക് സ്ക്രീനാണ് ഇട്ടിരിക്കുന്നത്. അതായത് ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു ക്ലോക്കിന്റെ ടെക്സ്റ്റ് വരുന്നുണ്ട്. അതുകൊണ്ടാണോ എന്നറിയില്ല, ഈ നമ്മൾ പെട്ടെന്ന് അൺലോക്ക് ചെയ്ത് ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുമ്പോൾ ചിലപ്പോഴൊക്കെ ഐക്കൺസിന്റെ ഫോണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ, ഐക്കൺസ് ഒന്നും കാണൂലേ. നിങ്ങളും പുതിയ iOS 26 യൂസർ ആണെങ്കിൽ നിങ്ങളുടെ ഒരു ഫീഡ്ബാക്കും താഴെ കമന്റ് ബോക്സിൽ എഴുതിയിരിക്കുക. നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഈ പുതിയ 18 മെഗാപിക്സൽ സെൽഫി ക്യാമറ ഉണ്ടല്ലോ, ഇറ്റ്സ് വെരി വെരി നൈസ്. അതായത് നമുക്ക് ഇങ്ങനെ പിടിച്ചുകൊണ്ട് തന്നെ ലാൻഡ്സ്കേപ്പ് എടുക്കാൻ പറ്റും. ഇങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഇങ്ങനെ പിടിച്ചുകൊണ്ട് എടുക്കാൻ പറ്റും. അത് നമ്മൾ ഡെയിലി ഉപയോഗിക്കുമ്പോൾ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഫോട്ടോസ് ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും. എന്നോട് ചോദിക്കുകയാണെങ്കിൽ, അല്ല എൻ്റെ പെർമിഷൻ്റെ ആവശ്യമില്ല, എന്തായാലും കോപ്പി ചെയ്യും. പക്ഷേ ആൻഡ്രോയിഡ് ഫോണുകളും ഈ പറഞ്ഞ സംഭവം കോപ്പി ചെയ്യണം. പിന്നെ ഇത്തവണ സെൽഫി ഫോട്ടോസ് ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും അതിൻ്റെ ക്വാളിറ്റിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഒരേ ഒരു സജഷൻ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ 18 മെഗാപിക്സൽ സെൽഫി ക്യാമറയാണ് പറയുന്നെങ്കിലും ആക്ച്വലി 24 മെഗാപിക്സൽ സെൽഫി ക്യാമറ, 24 മെഗാപിക്സൽ സ്ക്വയർ സെൻസറാണ്. പക്ഷേ നമുക്ക് കംപ്ലീറ്റ് 24 മെഗാപിക്സലിൻ്റെ അത് ഫോട്ടോ വീഡിയോ ഒന്നും നമുക്ക് ഇവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. സോ ആ ഒരു ഓപ്ഷനും ആക്ച്വലി ആപ്പിൾ ഓപ്പൺ ചെയ്യണം. നമ്മൾ 1:1 റേഷ്യോയിൽ ഫോട്ടോ എടുക്കാൻ നോക്കിയാലും അത് 24 മെഗാപിക്സൽ അല്ല, അത് ആ 18 മെഗാപിക്സലിൻ്റെ ഉള്ളിൽ നിന്ന് 13 മെഗാപിക്സൽ എന്തോ എടുത്തിട്ടാണ് ഫോട്ടോ തരുന്നത്. ഓക്കെ, സോ അവിടെ വീണ്ടും ക്വാളിറ്റി കുറയും. പുതിയ 48 മെഗാപിക്സൽ ടെലിഫോട്ടോ ക്യാമറ നല്ല ഫോട്ടോസാണ് എടുത്തു തരുന്നത്. ഓക്കെ, എനിക്ക് ഇഷ്ടപ്പെട്ടു ആക്ച്വലി. യെസ്, ആ ഒരു സൂം ലെവൽ 5x നിന്ന് കുറച്ച് 4x ആക്കിയിട്ടുണ്ട്. എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. കാരണം ഈ പെട്ടെന്ന് ഈ 5x എടുത്ത് ഫോട്ടോ എടുക്കാൻ നോക്കുമ്പോൾ നമ്മളിങ്ങനെ പുറകോട്ട് പോകേണ്ടി വരുന്നുണ്ട്. അതായത് 2 സ്റ്റെപ്പ് ബാക്കിലേക്ക് പോയിട്ട് ഫേസിൻ്റെ ഒരു പോർട്രേറ്റ് എടുക്കണമെങ്കിൽ അതായിരുന്നു സംഭവം. പക്ഷേ ഇപ്പോൾ 4x ആയതുകൊണ്ട് അത്രയും ബാക്ക് പോകണ്ട. പിന്നെ 48 മെഗാപിക്സൽ ആയതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. സ്കിൻ ടോൺസും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ആ ഒരു ഐഫോൺസിൽ കിട്ടുന്ന ഒരു നാച്ചുറൽ ബൊക്കെ ഉണ്ടല്ലോ, അത് ഇവിടെയും കിട്ടുന്നുണ്ട്. എന്നാൽ മെയിൻ ക്യാമറ ആണെങ്കിലും അൾട്രാവൈഡ് ക്യാമറ ആണെങ്കിലും അത് എക്സാക്ട്ലി കഴിഞ്ഞ വർഷം തന്ന അത് സെയിം ക്യാമറാസ് ആണ്. ഈവൻ ഔട്ട്പുട്ട് ആണെങ്കിലും ഐഫോണിൻ്റെ ഒരു സംഭവം ഉണ്ടല്ലോ, കുറച്ച് കോൺട്രാസ്റ്റ് നല്ല കളർഫുൾ ഫോട്ടോസ് ഒക്കെയാണ് ഇത്തവണയും കിട്ടുന്നത്. പക്ഷേ ഏറ്റവും ബെസ്റ്റ് ഫോട്ടോസ് ആണോ? അല്ല. അതായത് ഞാൻ വിവോ, ഓപ്പോ, ഷൗമിയൊക്കെ ഉപയോഗിച്ച ഒരാളാണ്. അതിൻ്റെ ലെവലിലൊന്നും എത്തിയിട്ടില്ല. പക്ഷേ ഇറ്റ്സ് ഓക്കെ. എന്നാൽ ഒരു ബഗ് ഉണ്ട്. അൾട്രാവൈഡ് ക്യാമറയിൽ നമ്മൾ നൈറ്റിൽ ഫോട്ടോ എടുക്കുമ്പോൾ, പ്രത്യേകിച്ചും ആ ഒരു ഫോട്ടോഗ്രാഫി പ്രത്യേകിച്ച് ആ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ആ ഒരു ഫ്രെയിമിൽ ഈ ലൈറ്റ് ബൾബ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് അങ്ങ് ഓറഞ്ച് ആക്കി കളയും. ഭയങ്കര വാം ടോൺ, ഇതാ കണ്ടില്ലേ, ഭയങ്കര വാം ടോണാണ്. പിന്നെ വീഡിയോ പെർഫോമൻസിനെ കുറിച്ച് അങ്ങനെ പ്രത്യേകം ഒന്നും എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ദി ബെസ്റ്റ് വീഡിയോ പെർഫോമൻസ് എവർ ഇൻ എനി സ്മാർട്ട് ഫോൺ. ഇറ്റ്സ് അമേസിങ്. അതായത് ആ ഒരു ബിറ്റ് റേറ്റ് ആണെന്ന് തോന്നുക, അതോ ആ ഫ്രെയിംസിൻ്റെ ഒരു ഫ്ലോ ആണ്. എന്തൊരു സ്മൂത്ത്നെസ് ആണ് 4K 60 FPS. യെസ്, ഇതുവരെ 8K വന്നിട്ടില്ല. ഒരു പക്ഷേ അടുത്ത വർഷം വരുമായിരിക്കും. പക്ഷേ നമ്മൾ 8K എത്ര പേരാണ് ഉപയോഗിക്കുന്നത് എനിക്കറിയില്ല. പക്ഷേ 4K 60 FPSൻ്റെ സ്മൂത്ത്നെസ് ഉണ്ടല്ലോ, ഇറ്റ്സ് സോ നൈസ്. അതായത് ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും ഫോർഗ്രൗണ്ട് ആണെങ്കിലും ആളുകളാണെങ്കിലും അതിനെ വളരെ നല്ലോണമാണ് അവർ എക്സ്പോസ് ചെയ്യുന്നത്. എന്നാൽ ഇപ്പോഴും ആ ഒരു ലെൻസ് ഗ്ലെയർ ഐഫോണിൻ്റെ ക്യാമറ വെച്ച് വീഡിയോസ്, രാത്രി വീഡിയോസ് എടുക്കും. ഞാൻ കാണിച്ചു തരാം, എന്താ കണ്ടില്ലേ, ആ ഒരു നമ്മുടെ ആ ഒരു കടയുടെ ബോർഡാണെങ്കിലും
മറ്റേ നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഇങ്ങനെ ഒരു ലെൻസ് ക്ലിയർ അത്യാവശ്യം നല്ലോണം വീഡിയോയിൽ കയറി വരുന്നുണ്ട്. ഇന്ന് വരെ ആപ്പിൾ അത് ഫിക്സ് ചെയ്തിട്ടില്ല. ProRes ഉണ്ട്, പുതിയ ProRes RAW വന്നിട്ടുണ്ട്, ലോഗ് വീഡിയോ മോഡ് ഉണ്ട്. പ്രത്യേകിച്ച് എനിക്ക് ലോഗ് വീഡിയോ മോഡ് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നു. അതായത് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യുന്ന ശേഷം ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ ഈവൻ ഫോണിലിട്ടിട്ട് അത് എഡിറ്റൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ലോഗ് മോഡ് ഈസ് വെരി വെരി നൈസ് ആക്ച്വലി. ഡീറ്റെയിൽസ് ഒക്കെ നല്ലോണം അത് റീറ്റെയിൻ ചെയ്യുന്നുണ്ട്. എന്നാൽ അതേ സമയത്ത് ഈ പറയുന്ന ProRes RAW പിന്നെ ഈ ലോഗ് മോഡൊക്കെ ഉണ്ടല്ലോ, അത്യാവശ്യം ഭയങ്കരമായിട്ട് സ്പേസ് എടുക്കുന്ന ഫോർമാറ്റാണ്. സോ നിങ്ങൾ ഈ ഭയങ്കര പ്രോ ലെവൽ വീഡിയോഗ്രാഫിയൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ 256 GB ചിലപ്പം പോരാന്ന് വരും. സോ 512 GB ഒരു TB ഒക്കെ വാങ്ങിച്ചോ, അല്ലെങ്കിൽ കൂടെ നമ്മുടെ SSD കൊണ്ട് നടക്കേണ്ടി വരും. എന്നിട്ട് അതിലേക്ക് സേവ് ചെയ്യേണ്ടി വരും. അത് നല്ല ഫാസ്റ്റ് ആയിട്ട് തന്നെ സേവ് ചെയ്യുന്നുണ്ട്. കാരണം പ്രോ ഫോൺസിൽ മാത്രം കണ്ടുവരുന്ന USB 3 പോർട്ട് ഇവിടെ ഉണ്ട്. പിന്നെ ഫൈനലി ആ ഡ്യുവൽ ക്യാപ്ചർ മോഡ് വന്നിട്ടുണ്ട്. അതായത് റിയർ ക്യാമറ ആൻഡ് മെയിൻ ക്യാമറ രണ്ട് നമുക്ക് ഒരേ സമയത്ത് റെക്കോർഡ് ചെയ്താൽ ഇങ്ങനെ ഈ സെറ്റപ്പ് ഈ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റും. വർഷങ്ങളായിട്ട് ആൻഡ്രോയിഡ് ഫോൺസിലുള്ള ഒരു സംഭവമാണ്. പിന്നെ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു സെൽഫി ക്യാമറയുടെ ഫ്രെയിം ഉണ്ടല്ലോ, അത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറ്റാനൊക്കെ പറ്റും. എന്നാൽ 4K 30 FPS ഇപ്പം അത് വെച്ചിരിക്കുകയാണ്, സ്റ്റോപ്പ് വെച്ചിരിക്കുകയാണ്. നമുക്ക് 4K 60 FPS ഷൂട്ട് ചെയ്യാൻ പറ്റൂല. ചെറിയ ഫ്രെയിം ഉണ്ടല്ലോ, സെൽഫി ക്യാമറ ഫ്രെയിം, അതിൻ്റെ സൈസ് കൂട്ടുകയോ കുറയ്ക്കുകയോ സ്പ്ലിറ്റ് മോഡ് ഇടുക അതൊന്നും നടക്കൂല. ഈ പറഞ്ഞ ഫീച്ചേഴ്സൊക്കെ ഒരുപക്ഷെ ആപ്പിൾ അപ്ഡേറ്റിലൂടെ ഭാവിയിൽ കൊണ്ടുവരും. സോ ദി മോസ്റ്റ് പവർഫുൾ ആൻഡ് ദി മോസ്റ്റ് ബിഗ്ഗസ്റ്റ് ഐഫോൺ ഉപയോഗിച്ചതിന് ശേഷം 3 ആഴ്ച ഉപയോഗിച്ചതിന് ശേഷം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതായത് നല്ല പവർഫുൾ ഫോണാണ്, ഒരു ഡൗട്ടും വേണ്ട. ചില ബഗ്സ് അവിടെയൊക്കെ ഉണ്ട്, അത് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. ആപ്പിൾ അത് എന്തായാലും ലെവലാക്കും. എന്നാലൊരു കാര്യം സത്യസന്ധമായിട്ട് പറഞ്ഞു തരാം, നിങ്ങളുടെ കയ്യിൽ 15 Pro Maxോ 16 Pro Max അല്ലെങ്കിൽ 15 Pro 16 Pro ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് മാറേണ്ട ഒരാവശ്യമില്ല. ഇനി നിങ്ങളുടെ കയ്യിൽ 14 Pro Maxോ അല്ലെങ്കിൽ അതിന് മുന്നേ ഉള്ള പ്രോ ഫോൺസ് ഐഫോൺസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതിലേക്ക് മാറുമ്പോൾ അത്യാവശ്യമായിട്ട് നിങ്ങൾക്ക് ആ ഒരു ക്യാമറ ആണെങ്കിലും ബാറ്ററി ബാക്കപ്പ് ആണെങ്കിലും പെർഫോമൻസ് ആണെങ്കിലും അതിലുള്ള മാറ്റം നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. എന്നാൽ അതേ സമയത്ത് ഈ കാണുന്ന ഐഫോൺ 17 90 to 95% ആളുകൾക്ക് ഇനഫ് ആയിരിക്കും. ആപ്പിൾ തരുന്ന എല്ലാ ഫീച്ചേഴ്സും എല്ലാ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രോ മാക്സ് എടുക്കുക. ഞാൻ ഏത് ഉപയോഗിക്കുമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പ്രോയെ ഉപയോഗിക്കുള്ളൂ, അല്ലെങ്കിൽ പ്രോ മാക്സ് ഉപയോഗിക്കും. കാരണം ഞാൻ ഒരു പ്രോ യൂസറാണ്. പലയിടത്തും ബി റോൾസും ഫോട്ടോസ്, അതായത് എൻ്റെ പ്രൊഫഷണൽ ഇതിനു വേണ്ടി എനിക്ക് ബി റോൾസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടി വരുന്നുണ്ട്. അതിലൊക്കെ ഇത് അടിപൊളിയാണ്. പക്ഷേ ഈ പറയുന്ന പ്രോ ഫീച്ചേഴ്സ് വേണ്ടാത്തവർക്ക് ഇതിൻ്റെ വിലയ്ക്ക് നിങ്ങൾക്ക് ഐഫോൺ 17 അതിൻ്റെ കൂടെ എയർപോഡ്സും വാച്ചും കാര്യങ്ങളും വാങ്ങിച്ച് ഈസിലി നല്ല ജോളിയാക്കാം. എനിവേ ഈ ഐഫോൺ 17 റിവ്യൂ വീഡിയോ വരുന്നുണ്ട്. പ്ലസ് ഈ 17 Pro Max വേഴ്സസ് സാംസങ്ങിൻ്റെ അൾട്ര കമ്പാരിസൺ ഒക്കെ ഉടനെ അല്ല, ഈ മാസം എന്തായാലും ഉണ്ടാവും. ഓക്കെ, സോ ഞാൻ ശ്രമിക്കുന്നുണ്ട് അതിന് വേണ്ടി. അത് മിസ്സാവാതിരിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ദിസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് സൈനിങ് ഓഫ്. ബൈ.